എന്നിൽ ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഞാൻ തോൽവി എന്ന് തന്നെയാണ് പറയുന്നത്. പരീക്ഷ എഴുതുന്നു, തോക്കുന്നു, ആ തോൽവിയാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ശൈലേഷ് സാറിൻ്റെ ക്ലാസ്, പിന്നെ ആനന്ദ് ജസ്റ്റിൻ സാറിൻ്റെ ക്ലാസ്, നന്ദഗോപൻ സാറിൻ്റെ ക്ലാസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. Hello everyone, I am Shailesh Fernandez. Welcome to Toppers Talk. Today we have amongst us Nisa Unnirajan, who secured the 1000th rank this year. So let's know more from her and let's get inspired. Hi Nisa. Nisa, welcome back to Fortune. കാരണം Nisa Fortune's ഒരു former student ആണ്. Yeah. So how does it feel now that you have cleared the examination? You know, what's the feeling? Has it sunk in? ആ ഫീലിംഗ് എനിക്കിത് കിട്ടി പരീക്ഷ എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ? കാരണം പല ആസ്പിറൻസ് ഇങ്ങനെ പറയാറുണ്ട്, 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ശരിക്കും എനിക്കിത് കിട്ടിയിട്ടുണ്ടോ എന്ന ഒരു ഉറപ്പിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് നിസയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അത്രയ്ക്കൊരു സന്തോഷമോ, ഞാൻ പ്രതീക്ഷിച്ചു ഒരുപാട് സന്തോഷിക്കുമെന്ന്, പക്ഷെ അത്രയ്ക്കൊരു സന്തോഷമോ വലിയൊരു എക്സൈറ്റ്മെൻറ്റോ എനിക്ക് ആ റിസൾട്ട് കണ്ടപ്പോൾ തോന്നിയില്ല. കുറച്ച് ആശ്വാസം തോന്നി, അയ്യോ ഈ ലിസ്റ്റിലെങ്കിലും കയറാൻ പറ്റിയല്ലോ എന്ന് തോന്നി. എന്നിട്ട് ഞാൻ PDF ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്, ലിസ്റ്റ് നോക്കിയിട്ട്. എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞതുമില്ല. സോ അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. ഞാൻ പറയാലോ, റിലീഫാണ് എനിക്ക് ശരിക്കും തോന്നിയത്. വീട്ടുകാരോടും പറഞ്ഞില്ല? വീട്ടുകാരെ വിളിച്ച്, അച്ഛനും അമ്മേനെയും ഹസ്ബൻഡിനെയും വിളിച്ച് പറഞ്ഞു. ഓഫീസിലിരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്, പക്ഷെ ബാക്കി ആരോടും പറഞ്ഞിരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ന്യൂസ് പുറത്തേക്ക് വരുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാതിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ആരും എൻ്റെ പേര് നോക്കാൻ പോകുന്നു, ആരും അറിയുന്നില്ലെങ്കിൽ അത്രയും നല്ലത്. അപ്പം ആരും അറിയേണ്ട സാഹചര്യമില്ലല്ലോ. കാരണം ഞാനത് എഴുതുന്ന ആയിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ആരും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ആരും വന്ന് ചോദിക്കത്തൊന്നും ഇല്ലല്ലോ. ഐ ക്യാൻ ബി ഒരു ക്വൈറ്റ് പ്ലേസിൽ തന്നെ ഇരിക്കാം. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു കൊളീഗ് വന്നിട്ട് ചോദിച്ചു, ഏതെങ്കിലും ഒരു എക്സാം എഴുതിയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ റിസൾട്ട് എങ്ങനെയോ കണ്ട്. കാര്യം എൻ്റെ ഈ ഒരു പേര് അധികം ആർക്കും ഇല്ലാത്തതുകൊണ്ട് എന്നെ അറിയാവുന്നവർക്ക് ഞാനായിരിക്കാമോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും. അങ്ങനെ വന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ ആരോടും പറഞ്ഞതുപോലും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടോ ആ ഒരു വിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടി, കിട്ടി, ഐ ആം ഹാപ്പി ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ആയിരുന്നില്ലേ? അപ്പോൾ നിസ ട്രിവാൻഡ്രംകാരിയാണ്. അപ്പോൾ നാട് എവിടെയാണെന്ന് പറയാമോ? എൻ്റെ നാട് കടയ്ക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇവിടുന്നൊരു 30-35 കിലോമീറ്റർ ദൂരമാണ്. സ്കൂളൊക്കെ എവിടെയാണ് ചെയ്തത്? സ്കൂളൊക്കെ ഞാൻ പുറത്താണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് പഠിച്ചത്. ആൻഡ് കോളേജ് ഇവിടെ ലൂർദ് മാതാ കോളേജ് എന്ന് പറയും, കുറ്റിച്ചില്ല്. ബിടെക് ആണ് ചെയ്തത്. ബിടെക് ഏതായിരുന്നു? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. സോ എപ്പോഴാണ് സിവിൽ സർവീസസ് എന്ന ഒരു ഡ്രീം നിസയിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ നിസയിൽ ഉണ്ടാകുന്ന ആ ഡ്രീം, എനിക്ക് സിവിൽ സർവൻ്റ് ആകണം എന്ന ഡ്രീം എപ്പോഴാണ് തുടങ്ങിയതെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? അത് പണ്ടേ എനിക്ക് തോന്നുന്നു ഒരു ഒട്ടുമിക്ക ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിലും ഉള്ളൊരു പിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരു ഡ്രീം ആയിരിക്കും. അതെനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ അതിലെങ്ങനെ എത്തിപ്പെടണമെന്ന് അറിയത്തില്ല. കുറച്ച് അതുകൊണ്ട് തന്നെ ആ ഡ്രീം അധികം എനിക്ക് പേഴ്സ്യൂ ചെയ്യാനും പറ്റിയില്ല. അത് പാതി വഴിയെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ എക്കോസിസ്റ്റം ഒക്കെ മാറിയല്ലോ. ഇപ്പോൾ ഫോർച്യൂണൊക്കെ എൻ്റെ വീട്ടിനടുത്ത് വന്നു. ഞങ്ങൾക്ക് അവിടെ ആര് താമസിക്കുമ്പോൾ, അപ്പോൾ എനിക്ക് വീണ്ടും പഠിക്കാൻ ഒരു സാഹചര്യം എൻ്റെ മുന്നിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇതിന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ എൻ്റെ ബിൽഡിങ്ങിൽ തന്നെ മേളിൽ ഇതിന് പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഇതൊക്കെ മറന്നുവെങ്കിലും ഇതിൻ്റെ ഇടയിൽ എങ്ങനെയോ ചെന്ന് പെട്ടു. ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ എങ്ങനെയോ ചെന്ന് ഞാൻ പെട്ടു. അപ്പോൾ അതാണ് ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം, എന്തുകൊണ്ട് പഠിച്ചുകൂടാ. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനങ്ങ് തീരുമാനിക്കുമായിരുന്നു, എൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, എൻ്റെ ചുറ്റിനും ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, എനിക്കും പഠിക്കണം. അപ്പോൾ സ്കൂളും അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞപ്പോൾ
എന്നാൽ പിന്നെ ഈ ഡ്രീമിൽ നിന്ന് മാറിപ്പോയിരുന്നിരിക്കാം. പക്ഷേ കുട്ടികളിങ്ങനെ കൂടെ ഉള്ളവർ ഇപ്പോൾ വീട്ടിൽ തന്നെ മുകളിൽ തന്നെ താമസിക്കുന്ന കുട്ടികൾ ഇതിനെ പെർസീവ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫ്ലെയിം വീണ്ടും വന്നത്. വീണ്ടും എന്നെ ഇതൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് കുറെ സാഹചര്യങ്ങളുണ്ടായി. അതാണ് ചുറ്റിനും ഇത് പഠിക്കുന്ന കുട്ടികള് ഇതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ ഈ ഒരു കുറവങ്കോണ ഏരിയ തന്നെ ഇപ്പൊ ഒരു സിവിൽ സർവീസ് ഹബ് ആണല്ലോ. അപ്പം അതുമായിട്ട് നമുക്കിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇതിന് ഇത് പെർസ്യൂ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ഇപ്പൊ എൻ്റെ ഒന്നും ചെറുപ്പത്തിലുള്ള ഒരു എക്കോ സിസ്റ്റം അതായിരുന്നില്ല. നമ്മൾ കാണത്ത പോലും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അങ്ങ് ഡൽഹിയിൽ പോകണം. സോ ആ ഒരു സിറ്റുവേഷൻ അങ്ങ് മാറി, ആ ഒരു എക്കോ സിസ്റ്റം അങ്ങ് മാറി. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനും പഠിക്കാമെന്ന് വിചാരിച്ചു. അതെ. അപ്പോൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നിസയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു ജോലി? ഒന്ന് AG's ഓഫീസിലായിട്ട്. ഓക്കെ, സോ യു ഹാഡ് എ സെറ്റിൽ ജോബ് ദേ ആ സമയത്ത്. എന്നിട്ടും ഈ എക്കോ സിസ്റ്റം ഇങ്ങനെ മാറിയപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി വന്നപ്പോൾ ആ പഴയ ഡ്രീം തിരിച്ചു വരികയും ആൻഡ് യു ഡിസൈഡ് ടു സ്റ്റാർട്ട് ഇറ്റ് അഗൈൻ അല്ലേ? സോ യു സ്റ്റാർട്ടഡ് യുവർ ജേർണി അറ്റ് വെൻ യു ആർ 35. സോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലീവ് എടുത്തിട്ടാണ് നിസ ഇവിടെ ഫോർച്യൂണിൽ പഠിക്കാൻ വന്നതെന്ന് ഇങ്ങനെ മെറ്റേണിറ്റി ലീവ് ആയിരുന്നപ്പോഴാണ്. ഓക്കെ, അപ്പൊ മെറ്റേണിറ്റി ലീവ് ആയിരുന്ന സമയത്താണ് ഇവിടെ ഫോർച്യൂണിൽ വന്ന്. അതെ, കുഞ്ഞ് കുറച്ചു നേരം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കുറച്ചു നേരം ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ബാക്ക് ടു ഹോം ആൻഡ് റിപ്പീറ്റ്. അതെ. സോ വെൻ യൂസ് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്, എപ്പോഴാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്നത്, ഒരു സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ്? സീരിയസ് അറ്റംപ്റ്റ് 2019 അത് കഴിഞ്ഞ് അത് ആ പ്രിലിംസ് ക്ലിയർ ആയായിരുന്നോ? ഞാൻ ആദ്യമായിട്ടാണ് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത്. എപ്പോൾ? ഈ പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 19 എഴുതി കിട്ടിയില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞു 24. അപ്പോൾ അതുവരെയും ഓരോ പ്രാവശ്യവും പ്രിലിംസ് കിട്ടാതിരിക്കുമ്പോൾ ഒരു സെറ്റ് ബാക്ക് പോലെയാണ് പലരും അതിനെ എടുക്കുന്നത്. നിസ അതിനെ എങ്ങനെ എടുത്തുകൊണ്ടിരുന്നു? ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഫെയിലിയേഴ്സ് എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ ഫെയിലിയേഴ്സ് ആയിട്ട് കാണാൻ തോന്നുകയാണെങ്കിൽ ഹൗ ഡിഡ് യു ബൗൺസ് ബാക്ക്? കാരണം ഇതൊരു ഫെയിലിയർ അല്ല, ആക്ച്വലി ഒരു സെറ്റ് ബാക്ക് ആണ്. ബട്ട് ഹൗ ഡിഡ് യു ബൗൺസ് ബാക്ക്? അത് ഫെയിലിയർ എന്ന് പറയുന്നത് ഞാൻ തോൽവി എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഓരോ പ്രാവശ്യവും ഫെയിൽ ചെയ്യുമ്പോൾ അത് ആ ഫീലിംഗ് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടൊരു വിഷമം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരെ ഒന്നും കാണിക്കാൻ എനിക്കൊരു റിസൾട്ടില്ല. അപ്പോൾ ഈ ചെയ്തു തരുന്നതൊക്കെ വെറുതെ ആണ് എന്നുള്ളൊരു തോന്നല് അവർക്കുള്ളിലും വരും. അതുപോലെ തന്നെ നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം കുറഞ്ഞു വരും ഓരോ വർഷവും കടന്നു പോകുമ്പോഴും. നമ്മളിലുള്ള വിശ്വാസം നമ്മൾക്കും കുറയും, കൂടെ ഉള്ളവർക്കും കുറയും. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ തോൽക്കുമ്പോഴും ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, ഒരു ചാൻസും കൂടെ തരുമോ പഠിക്കാനായിട്ട്, എങ്ങനെയെങ്കിലും ചെയ്യാം, ഞാനൊന്നും കൂടെ നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുമ്പോഴും എനിക്കുൾപ്പെടെ ആർക്കും അത് വിശ്വാസമില്ല. അത് കിട്ടുമെന്നോ എന്നൊരു വിശ്വാസമില്ല. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ അതിൽ നിന്ന് കരകയറും, എങ്ങനെയെങ്കിലും കരകയറും, വീണ്ടും ശ്രമിക്കും. പക്ഷെ എനിക്ക് പറ്റിയൊരു വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ തോൽക്കുന്നതെന്ന് ഞാൻ അനലൈസ് ചെയ്യത്തില്ല. വീണ്ടും ഞാൻ അതുപോലെ തന്നെ പഠിക്കും. അപ്പം അത് ഒരു പക്ഷേ നന്നായിട്ടിരുന്ന് അത് ചെയ്തിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ ചിലപ്പോൾ ഇത് ക്ലിയർ ആകാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ്. അതിന് വീണ്ടും ഞാൻ തുടർന്നുകൊണ്ടിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് തുടങ്ങാനായിട്ടൊരു കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. അതപ്പോഴും റെലവൻ്റ് ആണ്. അപ്പോൾ ഐ ന്യൂ വൈ ഐ സ്റ്റാർട്ടഡ്. ആ ജേർണി എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്നതാണല്ലോ, അതെല്ലാം ഞാനും പഠിച്ചിരുന്നു, സിവിൽ സർവീസ് ഞാനും പഠിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ദാറ്റ് ഇസ് എ വെരി നോർമൽ സ്റ്റോറി. അങ്ങനെ ഒരു സ്റ്റോറി ആവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. സോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും അറ്റംപ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റിംഗ് അല്ലേ? അതെ. എനിത്തിങ് എൽസ് that you did after the setback to come back again? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാൻ നോക്കി എങ്ങനെയാണ് എനിക്ക് ഇത് പോകുന്നതെന്ന്. ബേസിക്കലി പോകുന്നത് CSAT-ലാണ് പോകുന്നത്. അപ്പോൾ അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പഴയ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ തുടങ്ങി ടൈം വെച്ചിട്ട്. പിന്നെ മോക്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഈ ഇത്രയും അറ്റംപ്റ്റ്സിലും എൻ്റെ
അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രിലിംസ് ഓറിയന്റഡ് ആയിരുന്നു. ഞാൻ മെയിൻസിന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും പഠിച്ചിട്ടില്ല. സോ ആ ഒരു വലിയൊരു തെറ്റെന്ന് തന്നെ ഞാൻ പറയും. ആ ഒരു തെറ്റാണ് ഇത്രയും പിന്നിലോട്ട് തന്നെ എൻ്റെ റാങ്ക് വരുത്തിയത്. സോ ഇതാണ് ബേസിക്കലി ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിച്ചത്, ഇപ്പോൾ ഓരോ പ്രാവശ്യം സെറ്റ് ബാക്ക് ഉണ്ടായി കഴിയുമ്പോൾ you told me that you made a point that you would come back. Yes. But was there something specific that you did apart from analyzing? ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു, അല്ലെ ഫെയിലിയേഴ്സ് അനലൈസ് ചെയ്തു, അതല്ലാതെ എന്തെങ്കിലും പേഴ്സണായിട്ട് എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് സ്ട്രെങ്ത് അങ്ങനെ എന്തെങ്കിലും അപ്പാർട്ട് ഫ്രം ദ ഫാമിലി, ഡിഡ് യു ഡു സംതിങ് സ്പെസിഫിക് ടു കീപ് ദാറ്റ് മോട്ടിവേഷൻ ഗോയിങ്? മോട്ടിവേഷൻ കൂടുതലും ഞാൻ ബയോഗ്രഫീസ് വായിക്കുമായിരുന്നു. ബയോഗ്രഫീസ്, ഓക്കെ, അത് ഞാൻ വായിക്കുമായിരുന്നു. കാര്യം എനിക്ക് ഇപ്പം നമ്മൾക്ക് നേരിട്ട് പരിചയമില്ലല്ലോ വലിയ വലിയ ആൾക്കാർ എങ്ങനെയായിരുന്നു അവരുടെ ജീവിച്ചിരുന്നത്, ഓട്ടോബയോഗ്രഫീസ്. അപ്പം അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഓരോരുത്തർ അവിടെ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. സോ ഞാൻ വായിച്ച എല്ലാത്തിലും ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുപാട് സെറ്റ് ബാക്സ് ഫേസ് ചെയ്ത ആൾക്കാർ തന്നെയാണ്. ഒന്നും അവർക്കൊരു പ്ലാറ്ററിൽ ആരും കൊണ്ടു കൊടുത്തതല്ല. സോ ഇതെല്ലാം മറികടന്ന് തന്നെയാണ് ഓരോരുത്തരും വന്നേക്കുന്നത്. എല്ലാവർക്കും പറയാനായിട്ട് ബെറ്ററായിട്ടുള്ള കുറേ സ്റ്റോറീസ് ഉണ്ട്. അതെല്ലാം അവർ ഓവർകം ചെയ്തു. എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാവരും നല്ല ഡിസിപ്ലിൻഡ് ആയിരുന്നു, എക്സസൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊന്നും കഴിവിനെ മാത്രം ആശ്രയിച്ചിരുന്ന മനുഷ്യരല്ല. അതാണ് എനിക്ക് ആദ്യം മനസ്സിലായത്. അവരൊക്കെ പൊതുവെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും സാധാരണക്കാർ തന്നെ ആയിരുന്നു. പക്ഷേ അസാധാരണമായ എഫേർട്ട് എടുത്ത മനുഷ്യരാണ്. ഒരുപാട് അവർ ഒത്തിരിയും എഫേർട്ട് എടുത്ത് നമ്മൾ കോമൺ മാൻ എടുക്കുന്നതിൻ്റെ 10 ഇരട്ടി എഫേർട്ട് അവർ എടുക്കുന്നുണ്ട്. ഓരോ സെറ്റ് ബാക്സിൽ നിന്ന് അവർ എങ്ങനെയെങ്കിലും തിരിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവർ സക്സസ്ഫുൾ ആക്കിയ കാര്യങ്ങൾ. അവർ ബോൺ ജീനിയസ് ചിലരായിരുന്നിരിക്കാം, പക്ഷേ അല്ലാത്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഠിനാധ്വാനം കൊണ്ട് തന്നെ നമ്മളുടെ തലവര മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. സോ അതെന്തുകൊണ്ട് ചെയ്തുവിടാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി കുറച്ചും കൂടി എഫേർട്ട് ഇടാൻ തുടങ്ങി, കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ അതായിരിക്കാം ഞാൻ കുറച്ച് മാറ്റം വരുത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നിൽ കുറച്ചും കൂടെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. എന്താണ് എനിക്ക് കഴിയുന്നത്, എന്താണ് എൻ്റെ വീക്ക്നെസ് എന്നൊക്കെ ഞാൻ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് ഞാൻ എന്നെക്കുറിച്ചൊരു ഒപ്പീനിയൻ നല്ലതായിട്ട് ഫോം ചെയ്തു. നല്ലതെന്ന് വെച്ചാൽ അതിൽ എവിഡൻസോട് കൂടി ഞാൻ എന്നെക്കുറിച്ചൊരു ഒപ്പീനിയൻ ഫോം ചെയ്തു. അപ്പോൾ ബാക്കി ആരെന്ത് പറയുന്നതും എനിക്ക് പിന്നെ ചെവി കൊള്ളേണ്ടി വന്നില്ല. അവരവിടെ നിന്ന് അവരുടെ സൈഡിന് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. എല്ലാവരുടെ ഒപ്പീനിയനും കേൾക്കും, പക്ഷേ തീരുമാനമെടുക്കാൻ ഞാൻ പഠിച്ചു. എൻ്റെ തീരുമാനം തന്നെ ആയിരിക്കും. അത് ഞാൻ ഉറപ്പിച്ചു. എന്നെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യമായിരുന്നാലും അതിൻ്റെ തീരുമാനമെടുക്കാൻ ഞാൻ തന്നെ ആയിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഞാൻ ഉറച്ചു. ആരോടത്തും ഇപ്പം പേരൻസ് ആയിരുന്നാലും ഫാമിലി മെമ്പേഴ്സ് ആരായിരുന്നാലും ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് 40-40 വയസ്സായൊരു സ്ത്രീയാണ്. എന്നോട് ഇങ്ങനെ പറയരുത്, ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് പറയാം, നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻ ഞാൻ ഒരു കുഴപ്പവുമില്ലാതെ കേൾക്കും. അത് സ്വീകാര്യമാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനത് കൺസിഡർ ചെയ്യും. പക്ഷേ എൻ്റെ ലൈഫിനെ അത് ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ഹാവ് എ സെയിം ദാറ്റ്. ഐ വിൽ ടേക്ക് എൻ്റെ ഡെസിഷൻസ് ഞാൻ എടുക്കുമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഇപ്പം ആരെൻ്റെ അടുത്ത് ഈ അറ്റംപ്റ്റ് ഇതോടുകൂടി നിർത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേ നോ. എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്നെയും ചെയ്യും. എനിക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. നാളെ ഐ ഡോണ്ട് വോണ്ട് ടു ലിവ് വിത്ത് റിഗ്രറ്റ്. ദാറ്റ് ഈസ് എ ബേസിക് തിങ്. അയ്യോ ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ലിവ് വിത്ത് ദാറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ബേസിക്കലി ഡിഡ്. ഐ സ്റ്റാർട്ടഡ് ബിലീവിങ് ഇൻ മൈസെൽഫ് ആൻഡ് I actually stood up for myself. So you told me that you started believing in yourself and that you stood up for yourself. Yes. When did that change happen? തുടക്കത്തിൽ ആദ്യയുടെ ഈ ജേർണി തുടങ്ങുമ്പോഴേ ഈ ഒരു സെൽഫ് ബിലീഫ് വന്നിരുന്നോ, അതോ എവിടെയോ വെച്ച് ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയും ആൻഡ് യു സ്റ്റാർട്ടഡ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്? ആ ട്രാൻസിഷൻ എപ്പോഴാണ് ഉണ്ടായത് എന്ന് വല്ല ഐഡിയ ഉണ്ടോ, അതോ ഒരു പ്രോഗ്രസീവായിട്ട് ഉണ്ടായതാണോ?
അതെനിക്ക് എപ്പോഴുമാണ് തുടങ്ങിയെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു, ഞാൻ എനിക്ക് വേണ്ടി നിന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കില്ല. ഞാൻ മറ്റൊരാളുടെ തീരുമാനങ്ങൾ ഇപ്പോൾ സാറിനറിയാമല്ലോ, ഇപ്പോൾ ഒരു വുമൻ സോഷ്യലി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സോ അതിനകത്ത് അകപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി സംസാരിച്ചേ പറ്റൂ അതിൽ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ. സോ അതാണ് എന്നെക്കൊണ്ട് അതുപോലെ ആകണമോ അതോ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് പെർസ്യൂ ചെയ്യണോ? അപ്പോൾ അങ്ങനെ പെർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റേണായിട്ട് നിന്നേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബയോഗ്രഫീസിനെ കുറിച്ച് കുറച്ച് വായിച്ച ബയോഗ്രഫീസ് ദാറ്റ് ഇൻസ്പയർഡ് യു കുറച്ച് പറയാമോ? പലതരം ബയോഗ്രഫീസ് വായിക്കുമായിരുന്നു. ഒന്ന് അഭിനവ് ബിന്ദ്രയുടെ, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അബ്ദുൽ കലാം, പ്രതിമ ബേദിയുടെ, അതെനിക്ക് വളരെ വ്യത്യാസമായിട്ട് തോന്നി, ഭയങ്കര ഇതായിട്ട് തോന്നി. അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ വിമൻ്റെ ബയോഗ്രഫീസ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ബയോഗ്രഫീസ് വായിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം എനിക്ക് തോന്നുന്നു വായിച്ചൊരു ബയോഗ്രഫിയാണ് പ്രതിമ ബേദിയുടെ. സോ അതിൽ അവർ പറയുന്നുണ്ട്, അവർ ഡാൻസ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ 30s എങ്ങാണ്ടാണ് ഒഡീസി തുടങ്ങുന്നത്. പണ്ട് വായിച്ചതാണ്. അപ്പോൾ 30s തോന്നുന്നു അവർ ഡാൻസൊക്കെ പെർസ്യൂ ചെയ്യാൻ പഠിക്കാൻ തുടങ്ങുന്നത്. ഇതെവിടെയെങ്കിലും എൻ്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ എപ്പോഴൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് കിടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എനിക്കൊരു രണ്ടാമതൊന്നും ഞാൻ ചിന്തിക്കാതെ ആ ഒരു പ്രായത്തിൽ പുറപ്പെട്ടതെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ മുന്നിൽ എക്സാമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിചയത്തിലുള്ള ആരുമില്ല ഇത്രയും പ്രായമായിട്ടൊന്നും പഠിക്കുന്നത്. സോ അപ്പോൾ തന്നെ നമ്മളോടിപ്പോൾ ചോദ്യങ്ങളുണ്ടാവും, എന്തിനാ ഈ ഒരു വയസ്സിൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുന്നു, എന്താണ് ഇപ്പം നിനക്ക് പഠിക്കേണ്ട ആവശ്യം എന്താണ്, അതും ഈ ഇതുപോലെ സിവിൽ സർവീസസിനൊക്കെ എന്ന് ചോദിക്കും. സോ ബേസിക്കലി ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷൻ അവർ ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആരും അവരോട് ചോദിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും നല്ല പ്രൊഫഷൻ ഉണ്ടായിട്ട് വൈ ആർ യു അപ്ഗ്രേഡിങ് ലൈക്ക് ദിസ്. അവർക്കൊരു MD ഉണ്ട്, അതിനുശേഷം വേറെ DM അങ്ങനെ ഒരുപാട് അവരിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്നില്ലേ. അവർ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ എന്തുകൊണ്ട് ഇത്ര അധികം പഠിക്കുന്നു എന്നാൽ. അപ്പോൾ എന്തുകൊണ്ട് ഒരു സാധാരണ ഒരു സ്ത്രീയായ ഞാൻ പഠിക്കുമ്പോൾ ഇത്രയധികം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരേണ്ട കാര്യം എന്താണ്? എല്ലാവരും എന്തിനാണ് പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും പഠിക്കുന്നത്. ആ ഉത്തരം തന്നെയാണ് എനിക്കും തരാനുള്ളത്. ഇത്ര ചോദ്യങ്ങൾ വേറെ ആരും നേരിടുന്നില്ല. ഈ ചോദ്യങ്ങൾ ഭയന്നാണ് ഇതിന് കൺവിൻസിങ് ആയിട്ട് നമുക്കൊരു ഉത്തരം തുടങ്ങുമ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പം ഇത്രയും അധികം ചോദ്യങ്ങൾ കൊണ്ട് ബോംബാർഡ് ചെയ്യപ്പെടും, ഇത്രയും ഒബ്സ്റ്റക്കിൾസ് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചാണ് ഒരുപാട് ആൾക്കാർ ഇതിനൊന്നും മുതിരാത്തത്. സോ ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, അതിനെനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ പറ്റില്ല. എനിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കിട്ടി, അതുകൊണ്ട് എനിക്ക് പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ധൈര്യം, ഈ ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് എനിക്ക് ഈ പല എക്സ്പീരിയൻസുകളും ഈ വായിച്ചിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് സഹായിച്ചു കാണണം. ഓക്കെ, സോ ഫുൾ ടൈം വർക്കിംഗ് പ്രൊഫഷണലാണ്. അപ്പോൾ വർക്കിൻ്റെ കൂടെ ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് മാനേജ് ചെയ്തത്? വർക്കിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ നാട് കടയ്ക്കാവൂരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കടയ്ക്കാവൂരിന്ന് AG's ഓഫീസിലോട്ട് വരാനായിട്ട് ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ ഒരു 45 തൊട്ട് ഒരു മണിക്കൂർ സമയമെടുക്കും ഇങ്ങനെ വരാനായിട്ട്. ചിലപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടും. ഇരിക്കാൻ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു കഥാപുസ്തകമായിരിക്കും, അല്ലെങ്കിൽ ഒരു പേപ്പറായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ഞാൻ എങ്ങനെയെങ്കിലും വായിക്കാൻ ശ്രമിക്കും. സോ അത് റെഗുലറായിട്ട് എൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ തന്നെ ഒരു ഭാഗം പോലെയായി. പിന്നെ എനിക്ക് കിട്ടുന്ന സമയങ്ങൾ കുറച്ചൊക്കെ എത്ര സമയം കിട്ടുന്നോ, കാര്യം ഞാൻ സാറിനോട് പറഞ്ഞല്ലോ എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് മുന്നിൽ. ഒന്നുകിൽ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഉള്ള സമയം എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് പഠിക്കുക, രണ്ടാമത്തത് പഠിക്കാതിരിക്കുക, ഉപേക്ഷിക്കുക.
അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് ഞാൻ എടുത്തത്. അങ്ങനെ ഈ കിട്ടുന്ന ചെറുതായിട്ടുള്ള സമയങ്ങൾ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളായിരുന്നു. ആ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ കുറേ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. കുറേ ഓഫീസ് ഫീൽഡ് ഓഡിറ്റിന് ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഫീൽഡ് ഓഡിറ്റ് ആയിരുന്നു. അപ്പോൾ പല ഓഫീസുകളിലും പോവാം, അവിടെ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ജോലിയും പഠിത്തവുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ നോക്കി. എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ ജോലി കുറച്ച് എന്നെ ഒരുപാട് സഹായിച്ചായിരുന്നു, ഒരു പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ബുക്കിഷ് നോളജിനപ്പുറം ഞാൻ എഴുതിയതും ഞാൻ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞതുമൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ സമയം കണ്ടെത്തി. വീട്ടമ്മയാണ്, 2 കുട്ടികളുണ്ട്. മക്കൾ 2 പെൺമക്കളാണ്. ഒന്ന് നന്ദന, മറ്റൊരാൾ തൻവി അല്ലേ? അപ്പോൾ അവരും സ്കൂൾ ഗോയിങ് ആണ്. ആൻഡ് യു ആർ വർക്കിംഗ് ആൻഡ് യു ആർ ഓൾസോ പ്രിപ്പയറിംഗ്. സോ ഫാമിലി ആൻഡ് പ്രിപ്പറേഷൻ, ആ ഡൈനമിക്സിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ നിന്ന് കുറേ സമയം ബോറോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് സമയം ബോറോ ചെയ്തിട്ടുണ്ട്, എൻ്റെ പേരൻസിൻ്റെ നിന്ന് സമയം ബോറോ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ സമയങ്ങൾ ഞാൻ ശരിക്കും കടമെടുത്തിട്ടുണ്ട് പഠിക്കാനായിട്ട്. പക്ഷേ എന്താ പറയുക, എൻ്റെ ആഗ്രഹം അത്ര തീവ്രമായതുകൊണ്ട് തന്നെ അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്, ഞാൻ പറയും, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് നേടിത്തരാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ മുന്നിൽ ഇരിക്കുന്ന പുസ്തകങ്ങളെന്ന് പറയുന്നത്. എനിത്തിങ് നിങ്ങൾ വേറെ ലൈഫിലൊന്നും എന്താ പറയുക, പൈസയ്ക്ക് പുറകെ പോകേണ്ട ആവശ്യമില്ല, പ്രശസ്തിക്ക് പുറകെ പോകേണ്ട ആവശ്യമില്ല. ഈ പുസ്തകങ്ങൾ നിങ്ങൾ ബഹുമാനിച്ച് അതുപോലെ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാം അതിന് പിന്നാലെ വന്നോളൂ, വിദ്യയ്ക്ക് പിന്നാലെ വന്നോളൂ എന്ന് പറയും. സോ ഞാൻ എൻ്റെ പഠനം അവരോടൊപ്പം ഇരുന്ന് എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് പഠിക്കും. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ കാണുന്ന ക്ലാസ്സുകളായിരുന്നാലും ഒക്കെ ഞാൻ അവരെയും കൂടെ കേൾപ്പിച്ചു കൊടുക്കും. സോ ഗ്രാജ്വലി അവർക്കും ഇതിൻ്റെ കൂടെ കുറച്ച് താല്പര്യം വന്ന് തുടങ്ങി. അമ്മ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ 6ാം ക്ലാസ്സിലെ തൊട്ടുള്ള NCERTs ആണല്ലോ. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. സിവിൽ സർവീസസിന് മാത്രമല്ല, എന്തിനും ഇതാണ്. അപ്പോൾ മുന്നിലിരിക്കുന്നത് ഏതൊരു കാര്യവും അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, പുസ്തകങ്ങളാണ്. അപ്പം അതിനോട് അവർ ബഹുമാനിക്കാൻ പഠിച്ചു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നത് അവർക്കതൊരു വലിയൊരു പ്രശ്നമല്ലാതായി മാറി. കാര്യം അവരെൻ്റെ കൂടെ ആ മുറിയിൽ തന്നെ അവരെൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ വി യൂസ് ടു സ്പെൻഡ് ടൈം ടുഗെദർ. ഒരുമിച്ച് പഠിക്കുമായിരുന്നു. കുട്ടികൾ ഏത് സ്കൂളിലാണ് പോകുന്നത്? KV പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം. സോ ഈ അമ്മ പഠിക്കുന്ന കണ്ടിട്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം അവർക്ക് അത് അത്രത്തോളം അറിയാമായിരുന്നു? പ്രത്യേകിച്ച് ഇളയാൾക്ക് അറിയാമായിരുന്നു സിവിൽ സർവീസിന്? അറിയില്ല, അവർക്ക് ഇപ്പോഴും അറിയില്ല എന്നല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അവർക്ക് അറിയില്ല. എന്തിനാണ് അമ്മയുടെ ഇന്റർവ്യൂ എടുക്കുന്നത്, എന്തിനാണ് അമ്മയുടെ ഫോട്ടോ വരുന്നത്? അമ്മ ഏതൊരു പരീക്ഷ ക്ലിയർ ചെയ്തു, ഞങ്ങൾ ക്ലിയർ ചെയ്തതുണ്ടല്ലോ, ഞങ്ങളാരും ഫോട്ടോ ഒന്നും ഇന്റർവ്യൂ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഒരുപോലെ തന്നെയാണ്, അവരുടെ സർവീസ് പ്രൊവൈഡർ തന്നെയാണ്. അല്ല, എന്നാലും ഈ സിവിൽ സർവീസസ് എന്തൊക്കെയാണ് എന്നൊരു ഫീലിംഗ് ഇപ്പൊ അവർക്ക് കിട്ടിക്കാണും ഒരു പക്ഷേ, പ്രത്യേകിച്ച് ഈ മീഡിയ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ. സോ അവർക്കും സിവിൽ സർവീസിലേക്ക് വരണം എന്നൊരാഗ്രഹം അവരിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടോ? അവര് പറയുന്നുണ്ട്. അത് ഈ അറ്റൻഷൻ കണ്ടിട്ടാണോ അതോ അമ്മയുടെ ഹാർഡ് വർക്ക് കഴിഞ്ഞ് കിട്ടിയ ഒരു? രണ്ടും കൂടെ ആയിരിക്കാം. കാര്യം അമ്മ എത്രയും നാൾ പഠിക്കുന്നു, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പറയും, അമ്മ ഇങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്ന് പറയും. അപ്പം ഞാൻ പറയും, അമ്മയ്ക്ക് കുറച്ച് സമയമല്ലേ നിങ്ങൾ തരുന്നുള്ളൂ പഠിക്കാനായിട്ട്. രാത്രിയാവുമ്പോൾ പറയും, അമ്മ രാത്രി ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ പറയും, അമ്മ ഇച്ചിരി നേരം എൻ്റെ കൂടെ വന്ന് കിടന്നുറങ്ങുമോ പറയും. അങ്ങനെ ഞാൻ പോയി കൂടെ കിടക്കും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമായിരിക്കും. അതെല്ലാം ഒതുക്കി വെച്ചിട്ട് പഠിക്കാൻ ഞാൻ ഇരിക്കുന്ന സമയമായിരിക്കും. പക്ഷേ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി കിടക്കും. അപ്പോൾ ആദ്യം ഉറങ്ങുന്ന ഞാനാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ എഴുന്നേക്കാന്ന് വിചാരിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവരറിയും. പതുക്കെ എഴുന്നേറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഇവരറിയും. എന്നിട്ട് പുറകെ വരും,
അമ്മ എനിക്ക് തനിയെ കിടക്കാൻ പേടിയാവുന്നു, അമ്മയും കൂടെ വന്ന് കിടന്നാലേ എനിക്ക് ബാക്കി ഉറങ്ങാൻ പറ്റുള്ളൂ, കുറച്ച് നേരം ഞാനൊന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. ഇതുപോലെ നമ്മൾ നല്ല ഉറക്കത്തിലിരിക്കുമായിരിക്കും, ഇതുപോലെ കിടന്ന് അവരുടെ കൂടെ പോയി കിടക്കും, നമ്മൾ ഉറങ്ങും. അപ്പോൾ എനിക്ക് രാവിലെയും പഠിക്കാൻ പറ്റില്ല, രാത്രിയും പഠിക്കാൻ പറ്റില്ല. എന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, ഇങ്ങനെയാണ് അമ്മേനെ നിങ്ങൾ പഠിക്കാൻ സമ്മതിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കും, നിങ്ങൾ കളിക്കുന്ന സമയത്താണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ പറയും, നിങ്ങളുടെ കളി സമയം ഞാൻ കളിക്കുന്ന ആ സമയത്ത് ഞാൻ അതും കൂടി ബോറോ ചെയ്തു എന്ന് പറയും. സോ അത് അങ്ങനെയായിരുന്നു, നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരുടെ സമയം കടമെടുത്ത് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ഓൾറെഡി ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ഹൗ ഫാർ വാസ് യുവർ ഫാമിലി സപ്പോർട്ട് ഇൻസ്ട്രുമെന്റൽ ഇൻ ഗെറ്റിംഗ് വെർ യു ഹാവ് റീച്ച്ഡ്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ ടോൾഡ് യു, ഇതിന് ഒരുപാട് ടൈം വേണം പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് സമയം വേണം. അപ്പം എൻ്റെ എല്ലാ ജോലിയും ചെയ്ത് ഞാൻ തനിയെ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അതിനെനിക്ക് ഞാൻ അങ്ങനെ ഒരു പോസിബിൾ അല്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മ ഒരുപാട് കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ, ഞാൻ അവർ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. സോ അവർ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളും കുറച്ച് എക്സ്ട്രായും കൂടെ ചെയ്തത് കൊണ്ടാണ് എനിക്കിത്ര അറ്റംപ്റ്റ്സ് കൊടുക്കാൻ പറ്റിയത്. സോ ഒരുപാട് സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ തനിയെ എൻ്റെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് അവരിൽ എല്ലാവർക്കും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നതാണ്. ഒരിക്കലും എനിക്ക് തനിയെ താണ്ടാൻ പറ്റുന്നതായിരുന്നില്ല ഇത്. സോ ഫാമിലി സപ്പോർട്ട് ഈസ് എ മസ്റ്റ് അല്ലേ? കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ, പരീക്ഷ നേരിടുന്ന കുട്ടികൾ, അവർക്ക് ഭയങ്കര ഫിയറാണ്, എക്സാം ഫിയറാണ്. അവരുടെ ഫിയർ വേറെ ഒന്നുമല്ല, അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഫെയിലായി പോയാൽ എന്താകും? വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമോ? നാട്ടുകാരെന്ത് പറയും? അപ്പോൾ ആ ഒരു ഫിയർ ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇൻക്രീസിംഗ്ലി സൊസൈറ്റൽ പ്രഷർ അവരുടെ പുറത്തേക്ക് വരുന്നത് കൊണ്ടാകാം അത് കൂടിക്കൂടി വരികയാണ് ആ ഫിയർ. അപ്പോൾ ആ ഫിയറിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് ഇന്നത്തെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇന്നത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്. ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. എൻ്റെ പേരൻസിനോട് ഞാൻ പറയേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അതും പറയൂലായിരുന്നു. സോ ഈ ഒരു സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു നോട്ടം ഇടും. അതെനിക്ക് തോന്നുന്നു അത് പണ്ടേ ഉള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു റിസൾട്ടിൽ നമുക്ക് കിട്ടിയോ ഇല്ലയോ, ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വളരെ ഭയങ്കര പ്രൗഡായിട്ടായിരിക്കും ഞാനിതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും ആദ്യത്തെ പ്രാവശ്യം. പിന്നെ തോൽവികൾ നമ്മൾ ശരിക്കും അടിച്ചമർത്തി പാകപ്പെടുത്തി എടുക്കുന്നതാണ്. സോ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരോടും പറഞ്ഞില്ല. ഒറ്റ ആളോടും, വളരെ അടുത്ത സുഹൃത്തുക്കളോട് എനിക്ക് തോന്നുന്നു ഒരാളെടുത്ത് വല്ലതും പറഞ്ഞു കാണും, വേറെ ആരോടും പറഞ്ഞില്ല. സോ ദാറ്റ് ആരും അറിയണ്ട. അപ്പോൾ എന്നിലുള്ള പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നിൽ ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ആർക്കും ഒരു പ്രതീക്ഷ ഇല്ലാത്തപ്പോൾ നമ്മൾ കുറെ കൂടെ ഫ്രീ ആണ്, എന്തായാലും കിട്ടാൻ പോണില്ല എന്നുള്ളത്. സോ അതും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. അപ്പൊ ഈ രണ്ട് കാര്യമാണ് ബേസിക്കലി ഞാൻ ചെയ്തത്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രിപ്പയർ ചെയ്യുന്ന കാര്യം കുട്ടികൾ പലപ്പോഴും പ്രത്യേകിച്ച് നാട്ടുകാരോട് പറയാറില്ല. സോ ദാറ്റ് ആ എക്സ്ട്രാ ബേർഡൻ അവരുടെ പുറത്ത് വരാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ ഐ തിങ്ക് ദാറ്റ് വർക്ക്സ് അല്ലേ? വീട്ടുകാരോട് പോലും പറയുന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരടുത്തും പറയാത്തതാണ്. കാര്യം ഇപ്പൊ തന്നെ ഇന്റർവ്യൂവിന് പോയത്, അപ്പോൾ ഞാൻ ഒറ്റ റിലേറ്റീവ്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ എന്താ പറയുക, എന്തിനു പറയുന്നത്, ഫോട്ടോസ് പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഓക്കെ തോക്കുമ്പോൾ അത്രയും പേരോട് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, അറിയുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം പറഞ്ഞാൽ ഞാൻ തോറ്റുപോയി. അല്ലാതെ എല്ലാവരുടെ അടുത്തും പറയേണ്ട
തോറ്റു എന്നിങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മൾ കിട്ടുന്നത് വരെ നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ മാത്രം അറിയുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും എപ്പോഴും നല്ലത്. അതെ. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്റർവ്യൂവിന് പോയല്ലോ, അപ്പോൾ ഇന്റർവ്യൂവിന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിരുന്നോ? ഒരു ചോദ്യം പോലും വന്നില്ല. ഒന്നുപോലും വന്നില്ല. ഓക്കെ. സോ ദേ ഡിഡ്ന്റ് ആസ്ക് യു എന്തുകൊണ്ട് ഇത്രയും സമയം എടുത്തു, 7 അറ്റംപ്റ്റ് എടുത്തു, അതിനെക്കുറിച്ച് ഒരു ചോദ്യം വന്നില്ല? നത്തിങ് റിലേറ്റഡ് ടു യുവർ ഫാമിലി, ദ സപ്പോർട്ട് ആൻഡ് നത്തിങ്? ഒന്നും ചോദിച്ചില്ല. അപ്പോൾ എന്താണ് അവർ കൂടുതലും പേഴ്സണാലിറ്റി ടെസ്റ്റിന് ചോദിച്ചത്? എൻ്റെ ഹോബീസ് ആണ് ചോദിച്ചത്. ബയോഗ്രഫീസ് വായിക്കുന്നതെന്നാണ് ഞാൻ എഴുതിയിരുന്നത്. ആരുടെ ബയോഗ്രഫി ഞാൻ എഴുതും അഥവാ ഒരു അവസരം കിട്ടിയാൽ. ഞാൻ എൻ്റെ അമ്മയുടേതാണെന്ന് പറഞ്ഞു. അമ്മേനെയാണ് എനിക്ക് ഏറ്റവും അധികം അറിയാവുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയാണ് ബയോഗ്രഫീസിൽ കോമൺ ആയിട്ട് കണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ മോസ്റ്റ്ലി എൻ്റെ ജോലിനെ സംബന്ധിച്ച് ആണ് ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നല്ലാതെ ഒരിക്കലും ഞാനത് എക്സ്പെക്ട് ചെയ്തു ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമായിരിക്കുമെന്ന്. അതെല്ലാം ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ പ്രാവശ്യം സെറ്റ് ബാക്സ് വരുമല്ലോ, അപ്പോൾ സെറ്റ് ബാക്സിൽ നിന്ന് നമ്മൾ തിരിച്ച് വരാനൊരു ഗ്യാപ്പ് എടുക്കും. ആ ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്? ആസ് ഇൻ ഏത് സ്റ്റേറ്റ് എത്തുമ്പോൾ ഇപ്പോൾ ദിവസങ്ങൾ വെച്ച് നമുക്ക് അതിനെ അളക്കാൻ പറ്റില്ല. ഒരു സെറ്റ് ബാക്ക് ഒന്നും പ്രിലിംസ് കിട്ടിയില്ല. വെൻ ഡു ഐ ഗെറ്റ് ബാക്ക് ടു പ്രിപ്പറേഷൻ? ആ ഗ്യാപ്പ് ഏകദേശം എത്രയായിരുന്നു? എനിക്ക് തോന്നുന്നു അങ്ങനെ ഗ്യാപ്പ് കുറച്ച് നാളുണ്ടായിരുന്നു. കരയും, വീണ്ടും നേരെയിരിക്കും. പക്ഷേ പിന്നെ സ്വന്തമായിട്ട് തന്നെയാണ് സമാധാനിപ്പിക്കുന്നത്. കാര്യം വീട്ടിലിപ്പോൾ ഞാൻ പറയും എന്നെ കൊണ്ടത് പറ്റുന്നില്ല, എനിക്കിത് ബേർഡൻ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേ പറയും വേണ്ട, പഠിക്കണ്ട, നീ എന്തിനാ ഇപ്പോൾ ചെയ്യുന്നത്, എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്കില്ല. അതെപ്പോഴും ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. സോ കഴിവതും ഞാൻ അങ്ങനെ ഒന്നും പറയാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കരഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ ആരെങ്കിലും ഒക്കെ വിളിച്ച് സംസാരിച്ച് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാത്ത, പിന്നെ ഈ കഥകളൊക്കെ അതായത് ഓരോന്നും കരകയറിയ ആൾക്കാരുടെ കഥകളാണല്ലോ ശരിക്കും. മിടുക്കന്മാരുടെ അങ്ങനെ വായിക്കത്തില്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യം തോറ്റു വീണ്ടും തിരിച്ചു വരുന്ന ആൾക്കാരുടെ ഇത് വായിക്കും. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് കുറെ ഇതെടുത്തു. പിന്നെ പൊതുവെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഒരു ഫ്രണ്ട്സ് ആകുമ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ അല്ലല്ലോ. ഇപ്പോൾ പല നല്ല കൂട്ടുകാരും അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളയരുതെന്ന് പറയുന്നവരായിരുന്നു കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവരോട് മാത്രം സംസാരിക്കും. അല്ലാതെ നീ ഇനിയിപ്പോൾ നിനക്ക് എന്തിനാ എന്ന് ചോദിക്കുന്നവരോട് സംസാരിക്കരുത്. സ്വന്തമായിട്ട് തിരിച്ചു കയറിയേ പറ്റുമെന്നുണ്ട്. അതിന് ഞാൻ സമയവും കൊടുത്ത് തിരിച്ചു കയറും. അല്ലാതെ അത് കളയാനുള്ള ഓപ്ഷൻ എപ്പോഴും കയ്യിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സെറ്റ് ബാക്സ് ഞാൻ ഡെലിബറേറ്റ്ലി ഫെയിൽഡ് എന്ന വാക്ക് യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ദീസ് ആർ സെറ്റ് ബാക്സ്. അപ്പോൾ ഈ സെറ്റ് ബാക്സ്, ഹാവ് ദീസ് സെറ്റ് ബാക്സ് മെയ്ഡ് യു എ ബെറ്റർ പേഴ്സൺ? ഡെഫിനറ്റ്ലി. ഹൗ? ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇപ്പോൾ ക്രിട്ടിക്കലല്ല, ആരെയും ജഡ്ജ് ചെയ്യാറില്ല. ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ആക്ഷൻസ് അവരുടെ ഷൂസിൽ നിന്ന് തന്നെ ഞാൻ നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഞാൻ പഠിച്ചു. ഏത് സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം ആ വ്യക്തി കടന്നുപോയത്, എന്തായിരിക്കാം ആ വ്യക്തിനെ കൊണ്ട് അങ്ങനെ പെരുമാറാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. സോ കാര്യം നമുക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് കരഞ്ഞ് ഇതൊക്കെ ആയിട്ടും പുറമേ നിന്ന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലായിരിക്കും നടക്കുന്നത്. സോ ഇപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോകുന്നത്, എന്തായിരിക്കാം അവരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാതായി മാറി. അതാണ് ആദ്യമായിട്ട് എനിക്ക് വന്നതെന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഞാൻ പഠിച്ചു. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെയാന്ന് വെച്ചാൽ ഇപ്പം അമ്മമാരുടെ അടുത്ത് സംസാരിക്കാം, അച്ഛനോട് സംസാരിക്കാം. ഇപ്പം നമ്മളെ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ തലയിൽ കൊണ്ടിടാൻ പറ്റും. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാതാകും. അവർ നമ്മളെക്കാളും കൂടുതൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ്, പക്ഷെ അതൊക്കെ പറഞ്ഞ് രാത്രി നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും.
പക്ഷെ ഇവർ രണ്ടുപേരും ടെൻഷൻ അടിച്ച് അയ്യോ ഇവർക്ക് എന്താവും, ദൈവമേ ഇവൾക്ക് എന്താവും എന്നൊക്കെ പറഞ്ഞിരിക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ എന്നോട് ചോദിക്കും നീ ഇറങ്ങിയോ എന്ന് ചോദിക്കുമോ. ഞാൻ സുഖമായിട്ട് ഇറങ്ങി, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഉറക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട് തന്നെ റീസൺ ചെയ്ത് ഓരോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഞാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാറി. സോ ഈ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഞാൻ ഹമ്പിളായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഹമ്പിളായെന്നാണ് തോന്നുന്നത്. ഇപ്പം ആൾക്കാർ പറയും സെറ്റിൽഡ് ആണല്ലോ, വെൽ സെറ്റിൽഡ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുന്നത് എന്താണ്, എൻ്റെ കൂടെ ഞാൻ ഓരോ പരീക്ഷ എഴുതി തോക്കുന്നതേ ഞാൻ കാണുന്നുള്ളൂ. അവർ പറയുന്ന ആ സെറ്റിൽ ചെയ്തൊരു കാര്യം ഞാൻ നോക്കുന്ന എൻ്റെ മനസ്സിലതില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പരീക്ഷ എഴുതുന്നു, തോക്കുന്നു, ആ തോൽവിയാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒത്തിരിയും ഞാൻ ഹമ്പിളായത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി എനിക്ക് സംഭവിച്ചത്. സോ ഫെയിലിയേഴ്സ് മേക്സ് വൺ ഹംബിൾ എന്ന് പറയുന്നത് എത്ര കറക്റ്റാണ്. അത് വളരെ കറക്റ്റാണ്. ഐ ഓൾസോ ബിലീവ് ദാറ്റ് ആക്ച്വലി ഫെയിലിയേഴ്സ് ടീച്ച് യു എ ലോട്ട് ആൻഡ് ഫെയിലിയേഴ്സ് മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പേർക്ക് ഈ ഫെയിലിയേഴ്സിനുള്ള പേടി കാരണമാണ് അവർ റിസ്കുകൾ എടുക്കാത്തത്. വാട്ട് ഇഫ് വി ഫെയിൽ, ഇഫ് വി ഫെയിൽ നാട്ടുകാരെന്ത് പറയും, ഒരുപക്ഷെ വീട്ടുകാരെന്ത് പറയും. ആ പേടി ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കില്ല. പക്ഷേ ആ റിസ്ക് എടുത്ത് ഫെയിൽ ചെയ്താൽ തന്നെ അതിൻ്റെ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. I believe in that and thank you for reinforcing that understanding of mine. So ഫോർച്യൂണിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഫോർച്യൂണിലെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് പറയാമോ? ഫോർച്യൂണിൽ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. സാറിൻ്റെ ക്ലാസ്, ശൈലേഷ് സാറിൻ്റെ ക്ലാസ്, പിന്നെ ആനന്ദ് ജസ്റ്റിൻ സാറിൻ്റെ ക്ലാസ്, നന്ദഗോപൻ സാറിൻ്റെ ക്ലാസ് ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം പിന്നെ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം ഭയങ്കര നല്ലതായിരുന്നു. പഠിക്കാനായിട്ടാണെങ്കിലും ഇവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ആ ഒരു ഫിയറൊക്കെ പതുക്കെ മാറിയത്. എന്ന് വെച്ചാൽ വളരെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. ഒരിക്കൽ പോലും ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലായിരുന്നു. അപ്പം സാറിൻ്റെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ലൊരു എക്കോസിസ്റ്റം ഇവിടെ കിട്ടി, നല്ല കുറച്ച് സാറന്മാരെ കിട്ടി. പിന്നെ അതിനുശേഷം തന്നെ ഇപ്പോൾ മുനിദർശൻ സാറുമായിട്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഇപ്രാവശ്യത്തെ മെൻറ്റർഷിപ്പിലും മുനിദർശൻ സാറിൻ്റെ മെൻറ്ററായിരുന്നു. ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഒന്നിലും നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് പഠിച്ചത്. ഓക്കെ. അപ്പോൾ പെർസീവറൻസോട് കൂടെ വേണ്ടിയിരുന്നൊരു ഗോൾ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ് നിസ. നൗ ദാറ്റ് എന്തായാലും IAS കിട്ടും എന്ന് തന്നെയാണ് ഏകദേശമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ അടുത്ത ഗോൾ എന്താണ്? വൺസ് യു ഗെറ്റ് ഇൻ ടു ദ സിവിൽ സർവീസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? യു ജസ്റ്റ് വോണ്ട് ടു സെർവ് ദ കൺട്രി ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റീസ്? എനിക്ക് ഗോളെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത്രയും ഒക്കെ ഒരു അറ്റൻഷൻ കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. എനിക്ക് കുറച്ച് സ്ത്രീകളെങ്കിലും ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകളെ മാത്രമല്ല, ഇപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പോൾ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, നമ്മൾ പെർസിസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വിചാരിച്ച നേട്ടങ്ങൾ കുറച്ചെങ്കിലും കിട്ടും എന്ന് അവർക്കൊരു വിശ്വാസം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ ആ ഒരു ധൈര്യം ഒന്നും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് കുറച്ചെങ്കിലും ഞാൻ സക്സസ്ഫുൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. Nisa, let me tell you that you have inspired a lot of people with your success now. Yeah? And I'm very confident that you will keep on inspiring a lot of people, both men, women, everyone, to reach their goals. I'm very sure about it, because I myself, as I told you in between the interview, I myself have been inspired by your journey, by that transformation. So thank you so very much for coming and sharing your experience with us. I really hope that this helps a lot of people into the future. Thank you so much. Thank you so much. Fortune IAS Academy. More than just an academy.